ദേഷ്യം എന്ന നമ്മുടെ ഒരു ഇമോഷനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു ടെക്നിക്കാണ് ഞാനിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് പെട്ടെന്ന് വരും, ചില ആൾക്കാർക്ക് കുറച്ച് സമയം എടുത്തിട്ടേ വരുള്ളൂ. ഇനി അടുത്തൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തോട്ട് സ്റ്റോപ്പിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട്. അത് വേറെ ഒന്നുമല്ല, നമുക്ക് എന്തൊക്കെയാണ് ചില കാര്യങ്ങളൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ദേഷ്യം വരും അല്ലേ. ചില സംഭവങ്ങളൊക്കെ നടക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ആയിരിക്കും എന്നൊരു ആലോചന വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ദേഷ്യം വരും. അങ്ങനെ ദേഷ്യം വരുന്ന പല ആൾക്കാരും ഉണ്ട്. ഇങ്ങനത്തെ സംഭവം വരുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ ഉള്ള ആ തോട്ടുകൾ, അതായത് നമുക്ക് ആ മനസ്സിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കാം, അതിലൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരിക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ദേഷ്യം നമുക്ക് വളരെയധികം ലെവലിൽ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. സോ ഇതാണ് അടുത്തൊരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമുക്ക് ദേഷ്യം കൊണ്ടുവരാൻ പോകുന്ന ആ ട്രിഗേഴ്സിനെ പറ്റിയിട്ട് നമ്മൾ ആലോചിക്കാതെ തന്നെ ഇരിക്കുക. അതാണ് തോട്ട് സ്റ്റോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആങ്കർ മാനേജ്മെന്റിന്റെ വേറൊരു ടെക്നിക്ക്.